ഗായികയാണ്, ഗാനരചയിതാവാണ്, മ്യൂസിക് ഡയറക്ടറാണ്, അഭിനേത്രിയാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. മിത്ത്, ഐതിഹ്യം എന്നിങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും ശരിക്കുള്ളതാണെന്ന് പറയാം. ഒരു സ്ത്രീനെ ഉപദ്രവിച്ചതിന് ശേഷമാണ് ഒരു സ്ത്രീ യക്ഷിയായി മാറുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാകുന്നത്. ആ പ്രോസസ്സിനെ കുറിച്ച് ആരും ഇതുവരെ പറഞ്ഞിട്ടുമില്ല, നമ്മളിതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. അതിപ്പം ആ പടം കാണുമ്പം അതിൻ്റെ ഷോർട്സ് ആണെങ്കിലും അതെ, സ്റ്റോറി ടെല്ലിങ്ങും ആണെങ്കിലും അതെ, ഭയങ്കര ബ്രില്യൻ്റ്ലി അത് ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ഡയലോഗ് നമ്മൾ എല്ലാം ഇഷ്ടപ്പെട്ട, പക്ഷെ അതിൽ ഏറ്റവും പ്രിയം തോന്നി ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര രസമായെന്ന് തോന്നിയത് ഏതായിരിക്കും? ഞാനാണെങ്കിൽ നസ്ലിന്റെ ഓരോ മൈക്രോ എക്സ്പ്രഷൻ കാണുമ്പോഴും ഞാൻ ഡബ് ചെയ്യുന്നതിന്റെ ഇടയിൽ ചിരിച്ചോണ്ടിരിക്കുക. യക്ഷികൾ എന്ന് പറയുമ്പോൾ തന്നെ അടിപൊളി എന്നുള്ളൊരു സാധനം വരും. ഇപ്പം ഗാസയിലൊക്കെ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് ഞാൻ 3 ദിവസം ബെഡിൽ നിന്ന് എണീച്ചിട്ടില്ല. ഞാൻ നല്ലോണം അലറിക്കരയും, ആദ്യം നന്നായി കരയും. പക്ഷേ ഈ പറയുന്ന മാതിരി പുറമേ കാണുന്ന ഭയങ്കര ബോൾഡ്, ഭയങ്കര ബ്രേവ് എന്നുള്ളൊരു സാധനമൊന്നും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വെച്ചാൽ അവർ ചിരിക്കും. നമ്മളുടെ ഉള്ളിലെ വേദന നമ്മൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അതൊരു എസ്കേപ്പാണ്. ചിലപ്പോൾ ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സ് തന്നെ ചിലപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ നമ്മളോട് ഉണ്ടാവണമെന്നൊന്നുമില്ല. അത് ഒരു ജേർണി ഡിസൈഡ് ചെയ്യും. നിലാപൊങ്കലായല്ലോ പാടടി നീ, ഓ 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. നമസ്കാരം. സിനിമ കണ്ട് കഴിഞ്ഞപ്പം ഒരേ കഥാപാത്രത്തിന് ജീവൻ നൽകിയ ഒരാളുണ്ട്. പക്ഷേ അയാളെ കാണണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോൾ എന്തായാലും സന്തോഷത്തോടെ വന്ന്, പേരൊന്നും പറയേണ്ടത് എൻ്റെ മുന്നിൽ തന്നെ ഇരിക്കുകയാണ് അല്ലേ, എന്ത് പേര് പറയാനാണ്. പക്ഷേ വേറെ കേസ്, മലയാള സിനിമയിൽ ഒരു വനിത 5 മേഖലയിൽ ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ല, അങ്ങനെ ഒരാൾ സൈനോരല്ല വേറെ ആരും മലയാള സിനിമയിലില്ല. 5 മേഖലയിൽ. ഏതൊക്കെ മേഖലയാണ്? നിങ്ങൾ തന്നെ പറഞ്ഞോളി. ഗായികയാണ്, ഗാനരചയിതാവാണ്, മ്യൂസിക് ഡയറക്ടറാണ്, അഭിനേത്രിയാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഇങ്ങനെ ആരാണ് മലയാള സിനിമയിലുണ്ട്? എൻ്റെ അറിവിലില്ല. എനിക്കിനി ലോക സിനിമയിലുണ്ടോയെന്ന് എനിക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കണ്ട, അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. മലയാള സിനിമയില്ലാന്ന് ഞാൻ എവിടെയും പറയാൻ പറ്റും. വലിയ ഭാഗ്യവതിയാണ്, വളരെ വലിയ ഭാഗ്യവതിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ആ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ. 21 വർഷമായി. 21 വർഷമായി. പിന്നെ ഒന്നും കൂടെ സ്റ്റേജ് പെർഫോമൻസ് അങ്ങനെ കൂടുമ്പോൾ 6 അല്ലേ. സ്റ്റേജിൽ കയറി അത് സ്റ്റേജ് കുലുക്കി അടിച്ചിട്ടേ നമ്മൾ പോകാറുള്ളൂ. അങ്ങനെ 6 ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതൊക്കെയാണ് കേട്ടോ ഒരു ഭാഗ്യം. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം അതൊക്കെയാണല്ലോ അല്ലേ. നമ്മൾ ഇപ്പോഴത്തെ സിനിമയിലേക്ക് 2 സിനിമയ്ക്ക് കല്യാണിക്ക് ജീവൻ നൽകിയിരിക്കുകയാണ്. ആ കഥാപാത്രത്തിന് ജീവൻ നൽകിയിരിക്കുകയാണ്. 2 വ്യത്യസ്തമായ ഡബ്ബിങ്ങാണ്. അതൊരു ചലഞ്ചായിരുന്നു. തീർച്ചയായിട്ടും ആയിരുന്നു. ലോക്കലിലേക്കാണ് ആദ്യമായിട്ട് വിളിച്ചത് ഡബ്ബിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഡബ്ബിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടൈമിനാണ് ഡൊമിനിക് എൻ്റെ അടുത്ത് പറയുന്ന അൽത്താഫ് വിളിക്കും, ഇങ്ങനെ ഓടും കുതിരയ്ക്ക് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ആ 2ഉം ആക്ച്വലി സൈമൾട്ടേനിയസ്ലിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഓടും കുതിരയിലേക്കും ഡബ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പം 2ഉം ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ് കല്യാണിയുടെ. ലോക എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരുപാട് സ്ട്രെങ്ത് ഉള്ള, അധികം സംസാരിക്കാത്ത, പക്ഷെ ഒരു വാക്ക് പോലും വളരെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്ട്രെങ്ത് ആക്ച്വലി ഭയങ്കര കമൻറ്റബിൾ ആണ്. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒന്ന്. പിന്നെ നിധി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരുപാട് സംസാരിക്കുന്ന, കുറേ ഡ്രീംസ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പം 2നും 2 ടെക്സ്ചറും 2 ടോണുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം
ലോക്ക പോയി ഡബ് ചെയ്യുന്നതിന്റെ സമയത്ത് ഞാൻ ആദ്യം പറയും ആദ്യമേ ഞാൻ ചെയ്തതൊന്ന് പ്ലേ ചെയ്ത് തരുമോ. അപ്പൊ എനിക്കത് ആ ടോണും ഒക്കെ വന്ന് എനിക്ക് ഒന്നും കൂടി ഇതാവണുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓടുകുതിരയിൽ പോകുമ്പോൾ ഞാൻ പറയും ഒന്നും കൂടി നിധിന്റെ ഡയലോഗ്സ് എനിക്കൊന്ന് കേൾപ്പിച്ച് തരുമോ. അപ്പൊ അങ്ങനെ 2 തരത്തിലാണ് ആക്ച്വലി അത് റെക്കോർഡ് ചെയ്തത്. 2 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. ആൻഡ് ഐ റിയലി എൻജോയ് ഡൂയിങ് ദാറ്റ്. പക്ഷെ ഇതാണ് രണ്ട് ടൈപ്പ് കഥാപാത്രത്തിന് ഒരേ സമയം ഡബ് ചെയ്യണം. ചിലപ്പോൾ എനിക്കൊന്ന് ഈ സ്റ്റുഡിയോ അടുത്ത സ്റ്റുഡിയോയിലേക്ക് പോയിരിക്കും ഡബ് ഒരു ദിവസം അങ്ങനെ ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ ഉണ്ടായിരുന്നോ? നേരെ ഓടുകുതിരയിലേക്ക് പോയിട്ട് അപ്പൊ അവിടെ ആ മോട്ടിവേഷൻ വലിയ രീതിക്ക് ചേഞ്ച് വരുത്തണം. അതൊരു ചലഞ്ചായിരുന്നു. ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള സൗണ്ട് കേട്ട് അതിനനുസരിച്ച് ഞാൻ അതിനോട് അക്ലിമറ്റൈസ് ചെയ്യാന്നുള്ളതായിരുന്നു അത്. ആക്ച്വലി ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഞാൻ പറഞ്ഞ അവർ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തായിരുന്നു വോയിസ് ടെക്സ്ചർ, അങ്ങനത്തെ ഒരു ക്യാരക്ടറിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പൊ 2ഉം കൂടി ചെയ്യുന്ന സമയത്ത് ഇടക്കങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാറുണ്ട്. ആ മാറ്റം വരുമ്പോ എന്താ ചെയ്യണത്? മാറിപ്പോവാറുണ്ട്. മാറ്റം വരുമ്പം ഡയറക്ടർമാർ അവിടെ ഇരിക്കുമായിരിക്കുമല്ലോ, അവരെന്ത് പറയും? ഓടുംകുതിരയില് ആക്ച്വലി അങ്ങനെ പറഞ്ഞപ്പോ ഇത് മറ്റേ ക്യാരക്ടർ ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട്, ഇത് മറ്റേ ലോക ക്യാരക്ടർ ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം ലോക്കൽ ആക്ച്വലി കുറച്ച് ബേസ് വോയിസിൽ വളരെ സോഫ്റ്റ് ആയിട്ടാണ് കല്യാണി സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ടെക്സ്ചർ ആയിരുന്നു. നിധിനത് കുറച്ച് ഹൈ പിച്ച്ഡാ. അപ്പം 2ഉം രസമാണ്. അതല്ല, ലോക്കല് വേറെ വിഷയമുണ്ട്. ഈ സംസാരം കുറവാണെങ്കിലും ഓരോ മൂവ്മെന്റിലും അതിൻ്റെ ഒരു ശ്വാസമെടുപ്പ് വരെ അല്ലെങ്കിൽ ഒരു ലുക്കിൽ തന്നെ ഇഫക്റ്റുകൾ സൗണ്ടുകൾ കൊടുക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് പിടിച്ചാണ് ചെയ്യുന്നത്. അത് വളരെ അല്ല, ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത്ര ഒരു സംഭവം. അത് ഡബ്ബിങ് എൻ്റെ വളരെ പാഷനറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം മ്യൂസിക് ഡയറക്ഷൻ എന്നോട് അനുബന്ധിച്ചിട്ട് തന്നെ എനിക്ക് ഡബ്ബിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചെയ്യാൻ. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഡബ് ചെയ്യുന്നത് സൗമ്യ സദാനന്ദൻ ഡയറക്ട് ചെയ്ത ഷോർട്ട് ഫിലിമാണ് റാബിറ്റ് ഹോള്. അപ്പം സൗമ്യയാണ് ആദ്യമായിട്ട് എനിക്ക് ഡബ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം എനിക്ക് തന്നെ പറഞ്ഞു തരുന്നത്. ഞാൻ അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുന്ന സമയത്ത് നമ്മളെന്തോ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ 2 വോയിസിൽ എന്തോ ഒരു തമാശ പറഞ്ഞ് ചിരിച്ചു. ഇന്നാളിങ്ങനെ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ 2 മോഡുലേഷനും കേട്ടപ്പോൾ സൗമ്യ പെട്ടെന്ന് ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, സയ നീ ഡബ് ചെയ്യോ എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്യോ? ഞാൻ പറഞ്ഞു ട്രൈ ചെയ്യാം. അപ്പം അങ്ങനെയാണ് റാബിറ്റ് ഹോളിൽ ആദ്യമായിട്ട് വോയിസ് കൊടുക്കുന്നത്. അത് വോയിസ് കൊടുത്തിട്ട് ഒരു വിത്തിൻ 2 weeks ആണ് ഹേ ജൂഡിൽ ശ്യാം സാറിൻ്റെ പടത്തിൽ ഞാൻ പാടാൻ പോകുന്നത്, ഔസേപ്പച്ചൻ സാറിൻ്റെ മ്യൂസിക്കിൽ. അപ്പം പാട്ട് പാടി കഴിഞ്ഞപ്പം ശ്യാം സാർ എൻ്റെ അടുത്ത് ചോദിച്ചു, സായ ഇങ്ങനെ തൃശക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വോയിസ് നോക്കുന്നുണ്ട്, സായ ഡബ് ചെയ്യോ എന്ന് വെച്ചു. ഞാനിപ്പോൾ ഡബ് ചെയ്തു, ഞാൻ ഇപ്പോൾ ഡബ് ചെയ്തിട്ടേ ഉള്ളൂ, ഒരാഴ്ച മുമ്പ് ഡബ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഐ എം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആക്ച്വലി ഹേജൂഡിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പം വളരെ മൈന്യൂട്ടായിട്ട് ഒരു ക്യാരക്ടറിനെ നോക്കി മുഖഭാവങ്ങളും ശ്വാസം എടുക്കുന്നത് അതൊക്കെ വളരെ സട്ടിലായിട്ടുള്ള സൗണ്ട്സ് ആണ്. പക്ഷെ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് അതിനെ വർക്ക് ചെയ്യാൻ പഠിപ്പിച്ചത് ആക്ച്വലി ശ്യാം സാറാണ്. കാരണം ഹേജൂഡിൽ തൃശ്ശൻ്റെ വോയിസ് ഇപ്പം ഞാൻ സംസാരിക്കുന്ന വോയിസ് അല്ല, കുറച്ചും കൂടി ഹയർ പിച്ച്ഡ് ആയിട്ടാണ്. അപ്പം ഈ പറഞ്ഞ മാതിരി ആ ക്യാരക്ടറിൻ്റെ അപ്പം അവിടെ നിന്നാണ് ഞാൻ ആക്ച്വലി ഇത് ശരിക്കും ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. ഓരോ ഷോട്ടിൽ എവിടെ നിന്നാണ് വോയിസ് വരുന്നത്. ചിലപ്പോൾ ബാക്ക് ഷോട്ടിൽ നിന്നായിരിക്കും വോയിസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വളരെ മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് ആക്ച്വലി ലോക്കൊക്കെ വേണ്ടിയിട്ട് ഡബ് ചെയ്തത്. ലോക്കയാണെങ്കിലും അതെ, ഓടുംകുതിര ആണെങ്കിലും അതെ. ഇപ്പം എത്ര സിനിമയ്ക്ക് ഡബ് ചെയ്തു? അങ്ങനെ ചോദിച്ചാൽ ഞാൻ കണക്കെടുക്കേണ്ടി വരും. എങ്കിലും ഞാൻ എൻ്റെ ഓർമ്മയിൽ റാബിറ്റ് ഹോൾ ഉണ്ട്, പിന്നെ ഹേജൂഡ്, പിന്നെ സ്റ്റാൻഡപ്പിൽ നിമിഷ സച്ചിന് വേണ്ടി സ്റ്റാൻഡപ്പ്. വിധുവിൻ്റെ 2 പടത്തിലും ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡപ്പ് ആൻഡ് വൈറൽ സെബി. വൈറൽ സെബിയിലെ ഒരു ക്യാരക്ടർ ആക്ച്വലി മലയാളി ക്യാരക്ടർ അല്ല, അപ്പം മലയാളം അറിയാത്ത രീതിയിൽ വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. അത് എനിക്ക് തോന്നുന്നു പാലസ്റ്റീൻ വുമണ് ഇവിടെ നാട്ടിൽ വന്നിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പം മലയാളം അറിയാത്ത രീതിയിലായിരുന്നു അതിൻ്റെ അത് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ബാറോസിൽ ഡബ് ചെയ്തിട്ടുണ്ട് ഒരു ഡിഗാമോ എന്നിട്ടൊരു ഈവിൾ ക്യാരക്ടർ ഇല്ല അതിൻ്റെ അകത്ത്, ഞാൻ കണ്ടിട്ടില്ല പടം. അപ്പോൾ അങ്ങനെ 2 ക്യാരക്ടറിന് ഡബ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് അതില് ബാറോസിൽ. പിന്നെ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞിട്ട് നിത്യ മേനോന്റെ ഒരു വെബ് സീരീസ് വന്നിരുന്നു ഷറഫുദ്ദീൻ്റെയും, അതിൻ്റെ അകത്ത് മോണാലിസൊക്കെ ഞാനാണ് ശബ്ദം കൊടുത്തത്. പിന്നെ ഇതിപ്പോൾ ലോക്ക,
ഓടുംകുതിര ചാടും ഒരു 10-നടുത്ത് ഉണ്ട് ഏകദേശം ഒരു- അല്ലേ? പക്ഷെ ഓരോ ഡബിങ്ങിൽ നിന്നും മാറി മാറി വേറെ രീതിക്കാണല്ലോ. ഇപ്പൊ സൈനോയുടെ സൗണ്ട് തന്നെ ഒരു ബാസ് ഉണ്ട് അല്ലേ? ഇപ്പൊ സ്റ്റേജ് പ്രൊഫഷണൽ ആ സൗണ്ടിന്റെ ഹൈപ്പിച്ച് പാട്ടുകൾ പാടുമ്പോഴും സ്വന്തം പാട്ടുകളും വ്യത്യാസ സൗണ്ടുകൾ എടുക്കും. ആ സൗണ്ടിന്റെ വ്യത്യാസം കണ്ട് തന്നെയാണ് ആദ്യം ഈ ഷോർട്ട് ഫിലിമിൽ വിളിക്കുന്നത്. തമാശ അവിടെ പറയുന്നു, അപ്പോൾ 2 വോയിസ് അവിടെ കേൾപ്പിക്കുന്നു, അങ്ങനെയാണ് വിളിക്കുന്നത്. ഡബ്ബിങ്ങിന് ഓരോ ദിവസം നമ്മൾ പോകും തോറും വ്യത്യാസമാണ്. സൗണ്ടുകൾ നമുക്ക് ചിലപ്പോൾ മോർണിംഗ് പോയി ചെയ്യേണ്ടി വരും, ചിലപ്പോൾ രാത്രി പോയി ചെയ്യേണ്ടി വരും. ഈ ലോക എന്ന സിനിമയ്ക്ക് അങ്ങനെ ഒരു ടൈമിംഗ് ഉണ്ടായിരുന്നു? ലോക ഇല്ല, ടൈമിങ് ഞാൻ ആക്ച്വലി ഒന്ന് എണീച്ച് ഒരു 12 മണി ഉച്ചയ്ക്ക് ശേഷമാണ് അധികം ഡബ്ബിങ് ചെയ്യുക. പക്ഷേ ഈ ഓടുംകുതിരേൻ്റെ ടൈമിന് എനിക്ക് തോന്നുന്നു എനിക്ക് വോയിസ് ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു, കോൾഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയം പോയിട്ട് തിരിച്ച് വരേണ്ട ഇതും വന്നിട്ടുണ്ട്. അവിടെ പോയി വോയിസ് മാച്ച് ആവുന്നില്ല, കാരണം കോൾഡ് വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി മാറും ടോണ്. അപ്പം എന്നാലും പോയി ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കും, എന്നിട്ട് അത് ശരിയായിട്ടില്ല എന്നാണ്ടാ ശരിയാന്ന് പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര പേഷ്യൻ്റ്ലി അത് ചെയ്തിരുന്നു. അങ്ങനെ എനിക്ക് 2 ഡബ്ബിങ് ആണെങ്കിലും ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടാണ് ആക്ച്വലി. ഞാനത് വളരെ പാഷനറ്റായിട്ട് ചെയ്യുന്നത്, വളരെ ഇഷ്ടത്തോട് കൂടിയിട്ടായിരുന്നു എൻ്റെ ഡബ്ബിങ് സെഷൻസ് ഒക്കെ. ഈ ഡബ്ബിങ് കഴിയുമ്പോൾ സൗണ്ട് എഞ്ചിനീയർ എന്ത് പറഞ്ഞു? 2ൻ്റെ സൗണ്ട് എഞ്ചിനീയർമാർ 2-2ആയിരുന്നല്ലോ. എന്താണ് പറഞ്ഞത്? അങ്ങനെ സൗണ്ട് എഞ്ചിനീയർമാരത്ത് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എവ്രി വൺ വാസ് ലൈക്ക് റിയലി ഹാപ്പി. ലോക്കൊക്കെ ഞാൻ വോയിസ് ടെസ്റ്റിന് ചെയ്ത ആദ്യത്തെ ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് ആക്ച്വലി ഇപ്പോൾ സീനിലില്ല. ആക്ച്വലി അതേതായിരുന്നു? മരിക്കുന്നത് വേറൊരു ഡയലോഗ് ഞാൻ പറയാം, കാരണം എനിക്ക് ഓർമ്മയില്ല. മിത്ത്, ഐതിഹ്യം എന്നിങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും ശരിക്കുള്ളതാണെന്നറിയോ? അതായത് അത് വളരെ സോഫ്റ്റാണ്, പക്ഷെ ലോ പിച്ച്ഡാണ്. അങ്ങനെ അയ്യോ ഭയങ്കര രസമായിട്ട് ഇപ്പൊ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ സിനിമയിലേക്കൊന്ന് പോയി. ഞാൻ 2 പ്രാവശ്യം കണ്ട സിനിമയാണ്. ആണല്ലേ? എനിക്ക് കാണണമെന്നുണ്ട്. ഞാൻ ഒറ്റത്തവണ കണ്ടു. ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു, 1 മാസം ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പൊ ഞാൻ എഡിലേഡിൽ നിന്ന് ആദ്യം ഫസ്റ്റ് ഫിലിം ഇറങ്ങുന്ന ദിവസം കണ്ട് തിരിച്ച് വന്നിട്ട് ഇവിടുന്ന് ടിക്കറ്റ് കിട്ടാനില്ല, ഫുൾ തപ്പിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഏറ്റവും ഹിറ്റ് സിനിമയുടെ ഭാഗമാവുക എന്നും കൂടെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം വേറെയാണ്. തീർച്ചയായിട്ടും. ദുൽഖർ വല്ലതും വിളിച്ചിരുന്നോ? ദുൽഖർ മെസ്സേജ് അയച്ചു, എന്ത് പറഞ്ഞു? കല്യാണി മെസ്സേജ് അയച്ചു. എല്ലാവരും ഭയങ്കര ഹാപ്പി. ഡൊമിനിക് ആണെങ്കിലും ബിമിഷ ആണെങ്കിലും അതെ, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ആ ക്യാരക്ടറിൽ അങ്ങനെ ഒരു വോയിസ് വന്നതിൽ. പക്ഷെ ആ സിനിമയുടെ ഒരു ഹാർട്ടാണത്. അല്ല, കല്യാണിക്ക് ഇതിനു മുമ്പ് ഡബ് ചെയ്തവരൊക്കെ ഉണ്ട്. പക്ഷേ കല്യാണി ഡബ്ബിങ്ങിന്റെ കാര്യത്തിൽ കല്യാണിക്ക് തന്നെ ഭയമുണ്ടായിരുന്നു. പല സിനിമയ്ക്കും ഡബ് ചെയ്യുമ്പോൾ കല്യാണിക്ക് ഭയം, ഇതെങ്ങനെയാകുന്നു. പക്ഷേ ഈ ഒരു സിനിമ കണ്ട് ഞാൻ കല്യാണിയുടെ എല്ലാ സിനിമയും കണ്ടിട്ടുള്ള ആളാണ്. പക്ഷെ എനിക്ക് ഈ സിനിമ കണ്ടു കഴിയുമ്പം പക്ഷെ ഞാൻ ഓടുംകുതിരയിലേക്ക് ഞാൻ ഇത്ര ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ, സത്യസന്ധമാണ്. പക്ഷെ 2 മാസം പക്ഷേ ഓടുംകുതിര ഞാൻ അങ്ങനെ ആ ഡബ്ബിങ് ശ്രദ്ധിച്ചു പോയിട്ടില്ല. അതിങ്ങനെ സംസാരപ്രിയമായ ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ, ഒരു താരമാണല്ലോ, ഒരു കഥാപാത്രം. അതിങ്ങനെ പക്ഷെ ലോകം നമ്മൾ ശ്രദ്ധിക്കും. ആ ഓരോ ഡയലോഗും അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി അതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചു തരും. നമ്മളെപ്പോഴും ലിപ്പ് വരെ ഇങ്ങനെ നോക്കും ക്ലോസ് വരുമ്പോൾ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണല്ലോ. പക്ഷെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡബ്ബിങ് എന്ന് ഞാൻ പറയും. മറ്റേത് കൊള്ളില്ല എന്നല്ല, പക്ഷെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കണ്ടത് ആ സിനിമ 2 പ്രാവശ്യം വാച്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാനുള്ളത്. 2ാമത്തെ പ്രാവശ്യം എനിക്കും കുറച്ചും കൂടി വാച്ച് ചെയ്യണം, തിരിച്ച് വന്നിട്ട് ഇനിയിപ്പം തുടങ്ങണം, ഇനി ഒന്നും കൂടി പോകണം എനിക്ക് തിയേറ്ററിലോട്ട്. അതെ, ഇനിയിപ്പം ഡബ്ബിങ്ങിലേക്ക് ഒരു കേന്ദ്രീകരണം നേരത്തെ ഭാഷയാണ്. പക്ഷേ ഇനി ഡബ്ബിങ്ങിലേക്ക് ഒത്തിരി അവസരം വരുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, ഈ സിനിമയിലൂടെ. വരട്ടെ. ഇതിന് മുമ്പ് ചെയ്തു വെച്ച സിനിമ വേറെയാണ്, പക്ഷേ ഈ സിനിമ അത്രമാത്രം വിറ്റ് ലോകം ഏറ്റെടുത്തു. സത്യം അത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഡൊമിനിക് ഉദ്ദേശിച്ച ഒരു വിഷൻ ഉണ്ട്. അതിപ്പം ആ പടം കാണുമ്പം അതിൻ്റെ ഷോർട്സ് ആണെങ്കിലും അതെ, സ്റ്റോറി ടെല്ലിങ്ങും ആണെങ്കിലും അതെ, ഭയങ്കര ബ്രില്യൻ്റ്ലി അത് ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഭയങ്കര രസമുള്ളൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാകാന്ന് പറയുന്നത് ഭയങ്കര നല്ല കാര്യമാണ്, വലിയൊരു കാര്യം. ഈ സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതി വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഡബ് ചെയ്യുന്നതല്ലേ? എന്ത് പറഞ്ഞു? നമ്മളെ ശാന്തി വന്നിരുന്നു. ശാന്തി 1-2 സെഷനിൽ ഉണ്ടായിരുന്നു. ഡബ് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഡൊമിനിക് ഡെഫിനറ്റ്ലി എല്ലാ സെഷനിലും ഉണ്ട്. ശാന്തി 1-2 തവണ വന്നിട്ട് ഇരുന്നിട്ട് അവളും കുറേ പിന്നെ ഇങ്ങനെ പറയുമായിരുന്നു. ഇപ്പം ചില ഡയലോഗ്സ് എടുക്കുന്ന സമയത്ത് ഓക്കെ ഇങ്ങനെയാണ് ക്യാരക്ടർ, ഇങ്ങനെയാണ് അത് വേണ്ടത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. ആൻഡ് എന്നെ കംപ്ലീറ്റ്ലി അവർ അസിസ്റ്റ് ചെയ്തിരുന്നു ത്രൂ ഔട്ട്. അപ്പം
ആ സിനിമയിലെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഡബ്ബിങ്ങും ഉണ്ട്, നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ ഡബ്ബിങ്ങും ഉണ്ടാവും. അതിലേതായിരിക്കും? എനിക്ക് ബുദ്ധിമുട്ടുണ്ടായ ഡബ്ബിങ് ആക്ച്വലി ഓടുംകുതിര ചാടുംകുതിരയാണ്. കാരണം ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്, നിർത്താതെ പറയുകയും ചെയ്യണം. നിർത്താതെ പറയുകയും ചെയ്യണം. അപ്പം അതുകൊണ്ട് ലോക വളരെ സട്ടിലായിട്ടില്ല, പക്ഷെ ലോക ഭയങ്കര ഒബ്സർവ് ചെയ്ത് ഡീപ്പായിട്ട് പോകേണ്ട ഒരു ക്യാരക്ടർ. എല്ലാത്തിനും ഫുൾ സ്റ്റോപ്പ് ഉള്ള പോലെയാണ് ലോക ചെയ്യുന്നത്. അതെ, അപ്പൊ ഈ പറഞ്ഞത് വളരെ ശ്രദ്ധ വേണം അതിനകത്ത്. വളരെ ശ്രദ്ധ വേണം. മറ്റേത് പറഞ്ഞ് കാണ്ടടിച്ച് വിടുക വെക്കണമല്ലോ പോകാം. അത് ഒരുപാട് ഡയലോഗ്സ് ഉള്ളത് കൊണ്ട് ഉള്ള ഒരു ടഫ്നെസ് ഉണ്ടായിരുന്നു ഓടുംകുതിരയിൽ. അതെ, ഈ ഇതില് ഏറ്റവും ലോകയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് നമ്മൾ എല്ലാം ഇഷ്ടപ്പെട്ട, പക്ഷെ അതിൽ ഏറ്റവും പ്രിയം തോന്നി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര രസമായെന്ന് തോന്നിയത് ഏതായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അത്ര എനിക്ക് തോന്നുന്നത് നസ്ലിനും നീലിയും തമ്മിൽ ആയിരുന്നു സംസാരിക്കുന്ന സണ്ണിയും നീലിയും തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഇതുണ്ട്. അത് എനിക്കിഷ്ടമാണ്, ആ ടോൺ എനിക്കിഷ്ടമാണ്. അത് സംസാരിച്ചത് ഒക്കെ മോർഫീൻ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചത്, ആ ഒരു പോർഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഹൃദ്യമായിട്ട് തോന്നി. ആ സമയത്ത് നസ്ലിന്റെ ഒരു റിയാക്ഷനും ആ ഡയലോഗും തിയേറ്ററിൽ കയ്യടിയും കിട്ടുന്നുണ്ട്. ഞാനാണെങ്കിലും നസ്ലിന്റെ ഓരോ മൈക്രോ എക്സ്പ്രഷൻ കാണുമ്പോഴും ഞാൻ ഡബ് ചെയ്യുന്നതിന്റെ ഇടയിൽ ചിരിച്ചോണ്ടിരിക്കുക. തിയേറ്ററിൽ അത് തന്നെയായിരുന്നു ഉണ്ടായത്. എനിക്ക് ചിരി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവന്റെ ഒരു ക്യാരക്ടർ അതിൻ്റെ അകത്ത് ഭയങ്കര ബ്രില്യൻ്റ്ലി അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ, ഇത് സ്പോയിലർ പറയാൻ പറ്റുമെന്നറിയില്ല, ലാസ്റ്റ് ഈ ക്യാരക്ടർ, ഈ ഈവൽ ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു? നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥൻ നാച്ചിയപ്പ നീലിനെ വെയിലത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിടിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ. അത് ഒരു 2-3 തവണയെങ്കിലും ഞാൻ കറക്ഷൻ വർക്കിന് പോയിരുന്നു. കാരണം അത് ഭയങ്കര സ്ക്രീമിങ്ങും സ്ക്രീച്ചിങ്ങും, അതിൻ്റെ ഇടയിൽ പെയിനും വരണം, ദേഷ്യം വരണം. അപ്പം അങ്ങനെ ആ ഒരു ഏരിയയിൽ എത്തിയിട്ട് എപ്പോഴും ഞാൻ ആ ഏരിയയിൽ എത്തിയിട്ട് അലറി കരഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ലിറ്ററലി കരയുമായിരുന്നു. കാരണം എനിക്ക് സ്റ്റുഡിയോന്ന് എപ്പോഴും എനിക്ക് കരച്ചിൽ വരും. ആ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡാവും, എക്സോസ്റ്റഡ് ആവും. കാരണം ഭയങ്കര ഇമോഷണലാണ് ഞാൻ ബേസിക്കലി. അപ്പം ആ ഒരു സീന്, കല്യാണിൻ്റെ എക്സ്പ്രഷൻസും ഒക്കെ കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ടയേർഡാവും. അപ്പം കറക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡൊമിനിക്ക് വിളിക്കുമ്പോൾ തന്നെ ഞാൻ പറയും, സ്ക്രീമിങ് കറക്ഷൻ ആയിരിക്കും അല്ലേ? കാരണം ഇടയ്ക്കിടയ്ക്ക് എഡിറ്റ്സ് കുറേ വരാറുണ്ട്. അപ്പം അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി ഓസ്ട്രേലിയയിലേക്ക് നമ്മൾ ഷോന് വേണ്ടിയിട്ട് പോകുന്നതിൻ്റെ തലേ ദിവസം പാക്കിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വരെ പോയിട്ട് കറക്ഷൻ റെക്കോർഡ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ അത് ഐ വാണ്ടഡ് ടു മേക്ക് ഇറ്റ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന്റെ ഒരു ഫലം കാണുകയും ചെയ്തു. താങ്ക് യു സോ മച്ച്. എന്റെ സ്ക്രിപ്റ്റ് നേരത്തെ കിട്ടിയിരുന്നോ? ഇല്ല, സ്ക്രിപ്റ്റ് ഒന്നും നേരത്തെ കിട്ടി. പോയ സമയത്ത് തന്നെ അന്ന് പോകുമ്പോഴാണോ ഈ റീൽ ഇതാണ്, ഈ സീൻ ഇതാണ് എന്ന് പറഞ്ഞ് അന്ന് തരുന്നുള്ളൂ? അതെ, അത് ആദ്യം സീൻസ് ഒക്കെ കാണിക്കും. സീൻസ് കണ്ടുകഴിഞ്ഞിട്ട് ടോണ് ഫിക്സ് ചെയ്യും, എങ്ങനത്തെ ഒരു ടോണായിരിക്കും വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് ടോൺ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടപ്പോൾ ആദ്യം ടെസ്റ്റിങ്ങിനാണ് വിളിച്ചത്, ഓഡിഷനാണ് വിളിച്ചത്. അപ്പോൾ ആണ് ഈ പറഞ്ഞ അതിൻ്റെ അകത്ത് ഇല്ലാത്തൊരു ഡയലോഗാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത്. അത് ഈ നസ്ലിനല്ല, സണ്ണി നീലി തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ്റെ ഒരു പോർഷനായിരുന്നു ഫസ്റ്റ് ചെയ്തത്. അപ്പം അത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു അന്ന് തന്നെ ശാന്തി മെസ്സേജ് അയച്ചു, വി ഗോട്ട് ഗൂസ് ബംസ് വെൻ വി ലിസൺ ടു യുവർ വോയിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഐ വാസ് വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പം അങ്ങനെ സന്തോഷം. വേറെ സീനുണ്ട്, ചന്തു ആയിട്ടൊരു സീൻ. ചന്തു വീട്ടിൽ വന്നു കഴിയുമ്പം നീലി പറയുന്ന കുറെ സംഭാഷണങ്ങൾ അവിടെ ചന്തുവിൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഒരു ദേഷ്യത്തിൽ പറയുന്നതുകൊണ്ട് അല്ലാതെയും പറയുന്ന കുറച്ച് സാധനങ്ങൾ. അപ്പൊ ചന്തുവിന്റെ കുറെ എക്സ്പ്രഷൻ അവിടെ ഉണ്ട്. ചന്തു പേടിച്ച് പിന്നോട്ട് പോകുമ്പോൾ സംസാരിക്കണം. അതിന് രസകരമായ ഒരു മുഹൂർത്തമായിരുന്നു അവിടെ. അവിടെയും ഈ കഥാപാത്രം നമ്മളെ ഉള്ളിലേക്ക് അടുപ്പിക്കുമായിരുന്നു. അത് എല്ലാം വോയിസ് ആണ് കേട്ടോ, ഒന്ന് ആലോചിച്ച് വെക്കണം. അത് വേരിയേഷൻ ഇങ്ങനെ വരുന്നുണ്ട് അതിനകത്ത്. എനിക്ക് ആക്ച്വലി ഇത് നേരത്തെ പറയണ്ടായിരുന്നു, ഡൊമിനിക്കിൻ്റെ വിഷനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു കാര്യം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ പറയുക, നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വളർന്ന യക്ഷികൾ എന്ന് പറയുന്ന ക്യാരക്ടേഴ്സിനെ നമുക്ക് പേടിയായിരുന്നു. ചോര കുടിക്കും, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും. പക്ഷേ നമ്മൾ ഒരിക്കലും ഒരു യക്ഷിൻ്റെ ബാക്ക് സ്റ്റോറി ഒരിക്കലും നോക്കിയിട്ടില്ല. ബേസിക്കലി എല്ലാവരും യക്ഷികൾ ഭയങ്കര പ്രശ്നമാണ്, ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് ഒരു സ്ത്രീ ഒരു യക്ഷിയായി മാറി എന്നുള്ളൊരു ബാക്ക് സ്റ്റോറി ആക്ച്വലി ഇതിൻ്റെ അകത്ത് കവർ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമുക്കിപ്പോൾ എനിക്ക് പണ്ട് മുതലേ ഞാൻ കഥ പറയുന്ന നിഘണ്ടു എനിക്ക് വലിയൊരു ബുക്ക് ഡാഡി പണ്ട് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഇതേമാരത്തെ യക്ഷിക്കഥകൾ കുറേ വായിച്ചിരുന്നു ഞാൻ. അപ്പം അന്ന് മുതൽ എനിക്ക് ഈ യക്ഷി ക്യാരക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ വിചാരിക്കും ഇവർ പേടിക്കുന്നത് ശരി, പക്ഷേ ഒരു സ്ത്രീനെ ഉപദ്രവിച്ചതിന് ശേഷമാണ് ഒരു സ്ത്രീ യക്ഷിയായി മാറുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാകുന്നത്. ആ പ്രോസസ്സിനെ കുറിച്ച് ആരും ഇതുവരെ പറഞ്ഞിട്ടുമില്ല, നമ്മളിതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല. അപ്പം എനിക്ക് എപ്പോഴും ഒരു അനുഭവം ഉണ്ടായിരുന്നു യക്ഷികളോട്. അപ്പം ഈ ഒരു ലോക്കയിലൂടെ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ യക്ഷികളെ ഇനി ചെറിയ കുട്ടികളാണെങ്കിൽ പോലും സ്നേഹത്തോടെ ചിന്തിക്കുള്ളൂ. യക്ഷികൾ എന്ന് പറയുമ്പോൾ തന്നെ അടിപൊളി എന്നുള്ളൊരു സാധനം വരും. ഐ ആം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ആൻഡ് അതിന് തീർച്ചയായിട്ടും ഡൊമിനിക് അരുണിനും ശാന്തിക്കും നല്ലൊരു കൈയടി കൊടുക്കും. തീർച്ചയായിട്ടും അവർ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബാക്ക് സ്റ്റോറി പറഞ്ഞു പോകുമ്പോൾ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മൾ നോക്കണം. അതെ, അയ്യോ, മറ്റേ മോളും കുട്ടിയുടെ ദുർഗ അല്ലേ, എന്തായിരുന്നു ബ്യൂട്ടിഫുൾ ആണ്. അതെ അതെ അതെ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പല ബാക്ക് സ്റ്റോറികളും കണ്ടിട്ടുണ്ട് പല സിനിമയ്ക്ക്, പക്ഷേ അതൊന്നും അല്ല കേട്ടോ ആ കുട്ടി ചെയ്തു വെച്ചിരിക്കുന്നത്. സത്യം. ആൻഡ് ലൈക്ക് ഐ മീൻ അവിടെയൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ സട്ടിലായിട്ടുള്ള ഇടങ്ങളിൽ നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും മാറ്റി എഴുതി വളരെ ബ്രില്യൻ്റ് ആയിട്ട് വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട് അത് ചെയ്തു. ഭയങ്കര അടിപൊളി മൂവിയാണ്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അടുത്തത് കാണാൻ വേണ്ടിയിട്ട്. ഈ കടകമാണ് നീണ്ടു കിടക്കുവാണല്ലോ. അതെ, എങ്കിലും ഇനി കല്യാണി മാറ്റിയൊരു ഡബിങ് ഉണ്ടാവും എനിക്ക് തോന്നണം. അതൊന്നും പറയാൻ പറ്റൂല. അപ്പൊ അതെല്ലാം ഡയറക്ടറിന്റെ ഇഷ്ടമല്ലേ. അല്ല, എങ്കിലും ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. ഞാൻ കണ്ട സിനിമകൾ വെച്ച് ഞാൻ ഇപ്പോഴും ഓപ്പണായിട്ട് പറഞ്ഞു, ഞാൻ സത്യസന്ധമായി ഞാൻ കണ്ട കല്യാണിയുടെ സിനിമ കണ്ടതിൽ ഈ രണ്ട് സിനിമ വെച്ച് നോക്കുമ്പോൾ ഒന്നിനൊന്നും മെച്ചമായി തന്നെയാണ് ആ ശബ്ദം കൊടുത്തിരിക്കുന്നത്. ഒരു കഥാപാത്രം ജീവൻ എന്ന് പറയുന്ന ശബ്ദമാണല്ലോ എപ്പോഴും. അതെ അല്ലേ, ആ കഥാപാത്രം പറയുന്നതനുസരിച്ച് ജീവൻ നിൽക്കുന്നുള്ളൂ ഏത് ഡയലോഗിലും. അത് കൃത്യമായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞത് അഭിമാനിക്കാം. മലയാളികൾക്ക്, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അഭിമാനിക്കാം. കൊടുത്തത് സൈനുമാണ് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ അപ്പുറത്തേക്കൊന്നും. ഇനി എങ്ങനെയാണ് യാത്ര അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ ഇങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരു വിഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ കരിയറിൻ്റെ സംബന്ധിച്ചിടത്തോളം എനിക്കില്ല. പറഞ്ഞ മാതിരി മ്യൂസിക് ഡയറക്ഷൻ വരുമ്പോൾ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യും, ഡബ്ബിങ് വരുമ്പോൾ ഞാൻ ഡബ്ബിങ് ചെയ്യും. അതിൻ്റെ ഇടയിൽ ഞാൻ ലൈവ് ഷോസ് ചെയ്യുന്നുണ്ട്. ലൈവ് ഷോസ് ആണ് നമ്മുടെ ജീവന മാർഗം. ലൈവ് ഷോസ് ചെയ്തിട്ടാണ് നമ്മളുടെ എല്ലാ ഫിനാൻഷ്യൽ ഇതും കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇത് എക്സ്ട്രാസ് ആണ്. മ്യൂസിക് ഡയറക്ഷൻ ആയിക്കൊള്ളട്ടെ, ഡബ്ബിങ് ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ എക്സ്ട്രാസ് ആണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാനതൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ കണക്കാക്കിയിട്ട് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 5 മേഖലയിലാണ് അല്ലേ, 5 മേഖലയിൽ നിൽക്കണം. ഇപ്പം 5 മേഖലയിലും ഒന്നിനൊന്നിന് നമ്മൾ തെളിയിക്കപ്പെടും. ഞാനാണ് എന്ന് നമുക്ക് പറയിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അത് അവസാനം ഇപ്പോൾ ഡബ്ബിങ്ങിലാണ് തെളിയിച്ചു. മറ്റെല്ലാത്തിലും നമ്മൾ അഭിനയിക്കുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു വെച്ച സിനിമകൾ, കഥാപാത്രങ്ങൾ നല്ലത് തന്നെയാണ്. ആ സിനിമ എന്തുമായിട്ട്, പക്ഷെ നമ്മുടെ കഥാപാത്രം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ അന്ന് സിനിമ കണ്ട അന്ന് തന്നെ ഞാൻ വിളിച്ചാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രമായിട്ട് ഞാൻ പറഞ്ഞാണ്. അങ്ങനെ വണ്ടർ വിമൻ കണ്ടിരുന്നു. വണ്ടർ വിമൻ എല്ലാ സംഭവം കണ്ടു. അന്ന് ഞാൻ അന്ന് വിളിച്ചില്ല. ഞാൻ പറയാണ്. അപ്പോൾ എല്ലാ മേഖലയിലും ഇങ്ങനെ പോകുന്നുണ്ട്. എപ്പോഴും നമുക്ക് തൃപ്തി തരുന്നൊരു മേഖല ഇന്നതാണ് എന്ന് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ സ്റ്റേജാണെന്ന് പറഞ്ഞു, അത് നമ്മുടെ വരുമാനം എല്ലാം കൂടെ കൂടിയാണ്. അല്ലാതെ ഇതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, എനിക്ക് അങ്ങനെ പർട്ടിക്കുലർ ഒന്നിൽ മാത്രമുള്ള ഇഷ്ടങ്ങളില്ല. എൻ്റെ ബ്രെയിന് പല രീതിയിലും വർക്ക് ചെയ്യണം. ഒറ്റൊരു റൂട്ടേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എനിക്കും ആക്ച്വലി എൻ്റെ ആർട്ടിസ്റ്റിക്കലി ഞാൻ കുറച്ച് ബോറടിക്കും. എനിക്ക് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ, ഇപ്പം അഭിനയം ഇതേമാതിരി ഞാൻ ഭയങ്കര എക്സ്പെരിമെൻ്റലായിട്ട് ട്രൈ ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ ചെയ്തിട്ടുള്ള കാര്യമല്ല. അപ്പം ഓരോ പുതിയ കാര്യങ്ങളും അത് വളരെ എൻജോയ് ചെയ്തിട്ടും വളരെ അത് എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്കറിയാവുന്ന രീതിയിൽ അത് ബ്യൂട്ടിഫുൾ ആക്കണം, പെർഫെക്റ്റ് ആക്കണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിപ്പോൾ ഒരു ജിങ്കിൾ പാടാനും ആയിക്കൊള്ളട്ടെ, സ്റ്റേജിലൊരു പാട്ട് പാടാനും ആയിക്കൊള്ളട്ടെ, ഐ ഡൂ ഇറ്റ് വിത്ത് മൈ 100%. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. പരീക്ഷണത്തിനോട് വലിയ താല്പര്യം അല്ലേ? പരീക്ഷണത്തിനോട് താല്പര്യമാണ്. എന്തുകൊണ്ടായിക്കൂടാ? എപ്പോഴും നമ്മൾ കുറേ ആൾക്കാർ പോകുന്ന അതേ റൂട്ടിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എപ്പോഴും പറയും, ഞാൻ മുകളിലത് എപ്പോഴും പറയും, ഇതാണ് ഷോർട്ട് കട്ട് റൂട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതുവഴി പോകുന്ന കാണുമ്പോൾ ഞാൻ പറയടാ, ലോങ് റൂട്ടാണെങ്കിലും കുറച്ച് ടയറിങ് റൂട്ടാണെങ്കിലും അത് ചിലപ്പം ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴും അതെ, ഞാൻ കുറച്ച് സീനറിയൊക്കെ ആസ്വദിച്ച് വളരെ ഹാപ്പി ആയിട്ടൊക്കെ പോകാൻ, അങ്ങനെ പെട്ടെന്ന് ഷോർട്ട് കട്ടിലോട്ട് അതൊന്നും അങ്ങനെ പോകാൻ എനിക്ക് വലിയ ഇഷ്ടമില്ല. ഒരു ഫ്രണ്ട്സ് സർക്കിൾ വലുതാണ് അല്ലേ? കുറേ
ഫ്രണ്ട്സ് സർക്കിൾ വലുതാണ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ക്ലോസ് സർക്കിൾ ഉണ്ട്. അവിടെ എപ്പോഴും ഒന്നിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു, നിങ്ങളായ എന്താണ് സൗന്ദര്യങ്ങൾ ആസ്വദിക്കുന്നു, നിങ്ങളെ യാത്ര പങ്കുവയ്ക്കുന്നു. അങ്ങനെ കുറേ ആളുകളുണ്ട്, കുറച്ച് പേരാണെങ്കിലും അത് സെലക്ട് ചെയ്യുന്നുണ്ട്. ആ സെലക്ഷനിൽ ഒരു സമയത്തും പാളുകയില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഞാനായിട്ട് സെലക്ട് ചെയ്തിട്ടല്ല എൻ്റെ ലൈഫിൽ ആൾക്കാർ വരുന്നത്. അവർ ഒരു കാലഘട്ടത്തിൽ അവർ വരുന്നു, അവർ ചില കാലഘട്ടത്തിൽ ചിലപ്പോൾ അവർ എക്സിറ്റ് ആയി പോകുമായിരിക്കും. ഞാൻ ചിലപ്പോൾ പണ്ട് ഇപ്പോൾ ഒരു 5 വർഷം മുമ്പൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ വിഷമിക്കാറുണ്ട്. അയ്യോ ആ ഫ്രണ്ട് ഇപ്പം എനിക്കില്ലല്ലോ, ആ ഫ്രണ്ട് പോയി, ആ ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല. ഇപ്പം എന്താണോ നമ്മുടെ ഗ്രോത്തിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള എൻവയറമെൻറ്റ് അത് ഞാൻ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പം ചില എൻവയറമെൻറ്റിൽ എനിക്ക് അവിടെ എൻ്റെ 100% ഞാൻ അല്ലാണ്ട് ഞാൻ വേറൊരാളായിട്ട് ഫേക്ക് ചെയ്യേണ്ടി വരുന്നു എന്ന് തോന്നുന്ന അവസരങ്ങളിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒഴിവാക്കാറുണ്ട്, അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾസ് ഒഴിവാക്കാറുണ്ട്. അപ്പം ഇപ്പം എൻ്റെ ലൈഫിലുള്ള ഒരു വളരെ കുറച്ച് ചെറിയ സർക്കിൾ. അപ്പം ഞാൻ പറയുന്നത് ഫ്രണ്ട്സ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ഞാൻ എല്ലാവരും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എല്ലാവരുമായിട്ട് ക്ലോസ് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. വളരെ ക്ലോസ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4-5 വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സർക്കിളാണ് എനിക്ക് ചുറ്റും. ആൻഡ് അത് മേ ബി എൻ്റെ ഒരു പ്രൊട്ടക്ഷൻ മെത്തേഡായിരിക്കും. അപ്പം അത് ആയിരിക്കാം. പക്ഷെ ഞാൻ ഭയങ്കര പീസ്ഫുള്ളാണ്. ഞാൻ ആ ഒരു സർക്കിളിൽ ഭയങ്കര പീസ്ഫുള്ളാണ്. ഒരു കുഞ്ഞ് ബബിളായിരിക്കാം ചിലപ്പോൾ അത്. ചിലപ്പോൾ ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സ് തന്നെ ചിലപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ നമ്മളോട് ഉണ്ടാവണമെന്നൊന്നുമില്ല. അത് ഒരു ജേർണി ഡിസൈഡ് ചെയ്യും. ഓരോരുത്തരുടെ ജേർണിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതിൽ കാര്യമില്ല. അല്ല, അത് ഞാൻ ചോദിക്കാനുള്ള കാരണം നമ്മൾ കണ്ടിരിക്കുന്ന സൈനയുടെ ഫ്രണ്ട്സിനെ എനിക്കറിയാം, നമ്മൾ സംസാരിക്കാറുണ്ട്, അത് ചിലപ്പം മാറിപ്പോകുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞു ഞാൻ വിഷമിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. പക്ഷെ ആ വിഷമം തിരിച്ച് നമ്മൾ നോക്കിയിട്ടൊന്നും കാര്യമില്ല. പിന്നീട് അവരുമായിട്ട് അവർ വന്നെടുക്കാനോ നമ്മൾ എടുക്കാനോ ശ്രമിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ മാതിരി തന്നെയാണ്. ഞാനത് അങ്ങ് യൂണിവേഴ്സിന് അങ്ങ് വിട്ടുകൊടുക്കും. എന്താണോ ആ ശക്തികൾ അങ്ങ് വിട്ടുകൊടുക്കും. ഇഫ് വി ആർ സപ്പോസ് ടു മീറ്റ് അഗൈൻ, ചിലപ്പോൾ നമ്മുടെ യാത്രയിൽ ചിലപ്പോൾ നമ്മൾ രണ്ടാമത് ചിലപ്പോൾ കണ്ട് പിന്നെയും രണ്ടാമതും ഓരോരുത്തരും ഓരോ നിമിഷത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഇവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മളുടെ ഫ്രണ്ടായിട്ട് ഒരാൾ എപ്പോഴും വേണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമൊന്നുമില്ല. അത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ. പക്ഷേ നമുക്കുണ്ടായിരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ എക്സ്പീരിയൻസസും മെമ്മറീസും ഉണ്ട്. അതാണ് എൻ്റെ ട്രഷറായിട്ട് ഞാൻ വെക്കുന്ന കാര്യം. ഉണ്ടായിരുന്ന സമയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് മുന്നോട്ട് പോയിരുന്നു. അത്ര മാത്രമേ ഉള്ളൂ. നമ്മളായിട്ട് മാറിയിട്ടില്ല, നമ്മളാണ് അകത്തിയിട്ടില്ല. അത് പ്രപഞ്ചത്തിന്റെ കോഴ്സസ് ആണ്. ആ കോഴ്സസിൽ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മളതിൽ അങ്ങ് ലെറ്റ് ഗോ ചെയ്ത് വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യത്തിൽ ഇപ്പോൾ വിഷമിക്കാറൊന്നുമില്ല. പക്ഷേ ഐ പേഴ്സണലി ഫീൽ ദാറ്റ് എൻ്റെ ഇൻവേർട്ട് ജേർണി ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ്ലി ഞാൻ കണക്കാക്കാറുണ്ട്. ഞാൻ നാളെ ഞാൻ ഇതിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ വേർഷൻ ഇൻ തോട്ട്സ്, ഇൻ ബിലീവ്സ്, വാട്ട് എവർ സിസ്റ്റംസ് ദാറ്റ് ഹാസ് ബിൻ ഇൻസ്റ്റാൾഡ് ഇൻ മൈ ഹെഡ്. ആൻഡ് ലൈക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ ബിലീഫ് സിസ്റ്റംസും പലതും ഉണ്ടല്ലോ. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് ഞാൻ എന്നെ തന്നെ എപ്പോഴും റിവൈവ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതൊരു വിജയമായിരിക്കും. അതാണ് സക്സസ് എന്ന് പറയുന്നത്. എന്താണ് വിജയം എന്ന് പറയുന്നത്? എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വാശി പിടിച്ചിരിക്കുന്നത് എന്തിനായിരിക്കും? അങ്ങനെയൊക്കെ ഞാൻ വാശി പിടിക്കാറുണ്ടോ ദൈവമേ? എനിക്ക് വാശി പിടിച്ചിട്ട് എനിക്ക് ഇന്നത് വേണം. ചില ഇവൻറ്റ്സ് ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ കല്യാണം, എൻ്റെ അനിയൻ്റെ കല്യാണം, എൻ്റെ അനിയത്തിയുടെ കല്യാണം, ഇങ്ങനത്തെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചില ഇവൻറ്റ്സിന് ഞാൻ നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദേ വിൽ ബി എ ബേസിക് പ്ലാൻ. ദേ വിൽ ബി ഇത് ഫുൾ എഴുതി ഇന്നാൾ ഇന്നത് ചെയ്യണം. അപ്പോൾ എൻ്റെ കല്യാണത്തിന് വരുന്ന ഗസ്റ്റുകൾക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള ഓരോരുത്തർക്കും ഒരു ഗിഫ്റ്റ്. അപ്പം ഞാൻ തന്നെ ചെയ്തതാണ് ഇതൊക്കെ. അപ്പോൾ ഇന്ന ആളായിരിക്കും അത് കൊടുക്കുക, ഇന്ന ഫോൺ നമ്പർ ഇന്ന ആൾക്കാർക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഫുൾ കാര്യങ്ങൾ ഞാൻ ബേസിക്കലി സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ പ്ലേ ചെയ്യേണ്ട വീഡിയോ അങ്ങനത്തെ. അപ്പം അതിൻ്റെ അകത്തുനിന്ന് ആരെങ്കിലും ഉഴപ്പിയാൽ ചീത്ത കൊള്ളും, നല്ല ചീത്ത കൊള്ളും. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് പെർഫെക്റ്റ് ആയിട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അതിപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ഇവൻ്റ് ആണെങ്കിലും അതെ. അപ്പം എപ്പോഴും ചീത്ത കൊള്ളുന്നത് എൻ്റെ അനിയത്തിയായിരിക്കും. അവളാണ് എൻ്റെ അസിസ്റ്റൻറ്റ്. അപ്പം ഞാൻ ടുട്ടുവിനെ എപ്പോഴും ചീത്ത പറയും. അപ്പം ഒരു ദിവസം അനിയത്തിൻ്റെ കല്യാണത്തിന് ഇതേമാതിരി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഞാനിങ്ങനെ ഓക്കെ ഇത് ചെയ്യണം അത് ചെയ്യണം ടുട്ടു. എന്നിട്ട് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ടുട്ടു ഹലോ. അവൾ മറ്റേ വെഡ്ഡിങ് ഡ്രസ്സിലൊക്കെ മുന്നിൽ അവൾ എൻ്റെ അടുത്ത് ഹലോ, ഇന്ന് എൻ്റെ കല്യാണമാണ്, ഇന്ന് ഞാൻ സൈറ്റിൻ്റെ അസിസ്റ്റൻ്റ് അല്ല, അതുകൊണ്ട് ഇന്ന് എന്നെ ചീത്ത വിളിക്കരുത് അങ്ങനെ. പക്ഷെ എനിക്ക് തോന്നുന്നു
വേറെ ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെ ഇതിപ്പോ സൗമ്യൻ്റെ അടുത്ത് എൻ്റെ മാനേജറോടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൗമ്യയോട് ദേഷ്യം വാശി പിടിച്ചിട്ടുണ്ടെന്ന് സൗമ്യ വെച്ചിരിക്കണേ. ഇല്ല ഒരിക്കലും ഇല്ല. എന്താ ചോദിച്ചു നോക്ക്. അതിനില്ല, എനിക്ക് നിബന്ധനകൾ കുറവാ. പക്ഷെ അത് ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഇതിപ്പം കോവിഡൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു കാലഘട്ടത്തിൽ പല പല ചേഞ്ചസ് ലൈഫിൽ വന്നു. എൻ്റെ പേഴ്സണലി കുറേ കാര്യങ്ങൾ കൊണ്ട് ഞാൻ പലതിൽ നിന്നും അകന്ന് നിന്നു. നിങ്ങൾക്കറിയാവുന്നതായിരിക്കും എൻ്റെ യാത്ര. അപ്പം അത് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പം വന്ന ഒരു ചേഞ്ച്. നമ്മൾ വാശി പിടിച്ച സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നമുക്ക് ഒരു വാശിയുണ്ടല്ലോ, ഇതെനിക്ക് വേണം, എൻ്റെ ആണത്, എനിക്കുള്ള അർഹതപ്പെട്ട, അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഞാൻ വാശി പിടിച്ചിട്ടില്ല. ഇല്ല. എനിക്കുള്ളത് എനിക്ക് വരും. എനിക്കുള്ളതാണെങ്കിൽ അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഞാൻ അതിനെക്കുറിച്ചിട്ട് അങ്ങനെ കൂടുതലായിട്ട് കൂലങ്കഷമായിട്ട് അയ്യോ ഇതെനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള അങ്ങനെ വേവലാതി വരുന്നൊരു മൈൻഡ് സെറ്റ് അല്ല എനിക്ക്. അത് പോയിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെക്കാട്ടിയും അർഹതയുള്ള ഒരാളപ്പുറത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള തോട്ട് പ്രോസസ്സാണ് ഞാൻ ബിലീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കാര്യത്തിന് എനിക്ക് അത് വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടില്ല. അങ്ങനെ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നടക്കാൻ ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം പല ആൾക്കാരും ഓക്കെ ഇതാണ് എൻ്റെ വിഷൻ, ഇതാണ് എൻ്റെ ഗോള്, 5 വർഷത്തിനുള്ളിൽ ഇങ്ങനെ ഇത്ര സ്ഥലത്തെത്തണം, എടുത്തെത്തണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം അതൊക്കെ. അയ്യോ എൻ്റെ അമ്മേ, ഞാൻ ഗോ വിത്ത് ഫ്ലോ. എന്താണോ വരുന്നത് അത് ചിലപ്പം എനിക്ക് വിഷമകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ അതിൻ്റെ അകത്ത് നിന്ന് എന്ത് ലെസണാണ് ഞാൻ എൻ്റെ ലൈഫിലോട്ട് ഇംബൈബ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. മാറ്റി നിർത്തൽ ഫീൽ ചെയ്തിട്ടില്ലേ? മാറ്റി നിർത്തൽ ഒരുപാട് ഫീൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട്. അത് ഞാൻ ചെറുപ്പം മുതലേ ഫീൽ ചെയ്ത് ചെറുപ്പം വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മാറ്റി നിർത്തൽ കുറേ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ചെറിയ കുട്ടികളാണെങ്കിലും ഈ ആൾക്കാർ കാണിക്കുന്ന ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും. എനിക്കൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് മനസ്സിലാവാറുണ്ടായിരുന്നു ഓക്കെ മാറ്റി നിർത്തി എന്നുള്ളൊരു സാധനം. എന്തുകൊണ്ട് എന്നുള്ളൊരു ചിന്തയിൽ പല കാലങ്ങളിൽ പല നാളുകളിൽ ഞാൻ പല ഇയേഴ്സായിട്ട് ഞാൻ ഒരേ വിക്ടിമൈസേഷൻ മെൻറ്റാലിറ്റി ആയിരുന്നു. എന്തോ എനിക്കൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളൊരു കാര്യം. പക്ഷെ അതിൻ്റെ അകത്തുനിന്നൊക്കെ ഞാൻ ബ്രേക്ക് ചെയ്ത് അങ്ങനെ അല്ല, നമ്മൾ വേർത്തി ആണ്, എന്തിനും നമ്മൾ വേർത്തി ആണ് എന്നുള്ള ആ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് മൈ പേഴ്സണൽ പെയിൻ. അത് പക്ഷേ ആരുടെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ മീഡിയയിലെല്ലാം പറഞ്ഞ് അത് കൊണ്ടുവരാനുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്കില്ല. അത് എൻ്റെ മാത്രം പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്നെ എൻ്റെ സ്ട്രെങ്ത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ടാവുള്ളൂ, ജീവിത യാത്രയിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. ആ മാറ്റി നിർത്തപ്പെട്ടപ്പോൾ നമുക്കുണ്ടായിരുന്ന പെയിൻ വലുതാണ്. ആ പെയിൻ നമ്മൾ സ്വന്തം അനുഭവിക്കുകയാണ് ചെയ്തത്. പക്ഷെ ആ മാറ്റി നിർത്തപ്പെട്ടവർ ഇപ്പം നമ്മളൊന്ന് കാണാൻ കൊതിക്കുന്നവരുമുണ്ട്. അവിടെയാണ് നമ്മുടെ ഒരു വിജയം ഉണ്ടായിരിക്കുന്നത്. എൻ്റെ തോട്ട്സും എൻ്റെ ജേർണിയിൽ പല ചേഞ്ചസും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഈ ചെറുപ്പത്തിൽ ഈ മാറ്റി നിർത്തൽ കൊണ്ട് തന്നെ എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ മനസ്സിലുള്ള സമയത്ത് എന്നെ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനത്തെ തോട്ടില്ല. ഇപ്പം ഞാൻ ആ തോട്ടിനെ ബ്രേക്ക് ചെയ്തു, ആ ലൂപ്പിനെ അങ്ങ് ബ്രേക്ക് ചെയ്തു, പാറ്റേണിനെ ഞാൻ ബ്രേക്ക് ചെയ്തു. എന്തിനാണ് എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നത്? എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. എനിക്ക് എന്നെ ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടപ്പെടാൻ കുറേ കാലം എടുത്തു. എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടി, എനിക്ക് ശരിക്കുള്ള എന്നെ ഇഷ്ടപ്പെടാൻ ഒരുപാട് കാലങ്ങൾ എടുത്തു. പക്ഷെ ഞാൻ അതിൻ്റെ ജേർണിയിൽ തന്നെയാണ് ഉള്ളത്. ആൻഡ് ഐ തിങ്ക് അങ്ങനെ പോകുന്നുണ്ട്, ഹാപ്പി ആയിട്ട് പീസ്ഫുൾ ആയിട്ട് പോകും. അല്ല, ആ ഇഷ്ടപ്പെടൽ നമ്മൾ തന്നെ നമ്മൾ ഇഷ്ടപ്പെടണം ആദ്യമേ. എന്നാലും മറ്റുള്ളവരെ ഇഷ്ടപ്പെടാൻ നമുക്ക് പറയാനുള്ള അർഹതയുള്ളൂ, അവകാശമുള്ളൂ. അവകാശം അല്ലെങ്കിൽ പോലും നമ്മളൊന്ന് ഇഷ്ടപ്പെടുക എന്ന് ചോദിക്കാൻ പോലും നമ്മൾ സ്വയം ഇഷ്ടപ്പെട്ടാൽ നമുക്ക് പറ്റും. അത് സത്യസന്ധമായ ഞാൻ പറഞ്ഞു വന്ന ആ ഒരു പോയിന്റിൽ തന്നെയാണ്. ഇപ്പം പറയുകയും ചെയ്തു, എന്നെ ഒന്ന് ഇഷ്ടപ്പെടണം, എല്ലാവരും ഒന്ന് ആഗ്രഹിച്ചു. അത് തന്നെ പറയാം, നമ്മൾ അന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടാതെ ഇപ്പം നമ്മൾ ഇഷ്ടപ്പെടുവാണ്. അതിൽക്കുള്ള എന്ത് ഭാഗ്യം നമുക്ക് വേണം അല്ലേ? പക്ഷെ ഇപ്പം പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുമ്പോഴും എനിക്ക് പ്രശ്നമാണ്. കാരണം ഒരു 4-5 മെസ്സേജസ് ഒരുമിച്ചിട്ട് ലോകനെ പറ്റി വന്നാത്തിട്ട് എനിക്ക് നെഞ്ചിടിക്കാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോഴേക്കും ഞാനത് പൂട്ടി വെക്കും. എൻ്റെ വാട്സാപ്പ് തുറന്നാൽ അറിയാം 10,000-ഓളം മെസ്സേജസ് ഇപ്പം ഞാൻ കാണിച്ചു തരാം ഓപ്പൺ ചെയ്യാണ്ടിരുന്നിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് അത്രയും കുറേ മെസ്സേജസ് വരുമ്പോൾ എൻ്റെ സിസ്റ്റത്തിന് എടുക്കാൻ പറ്റുന്നില്ല, അതൊക്കെ താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ 40ാമത്തെ ബർത്ത്ഡേക്ക് ഞാൻ ഇവിടെ നിൽക്കാണ്ട് ഈ നാട്ടിൽ നിന്നേ മുങ്ങിയ ഒരാളാണ്. എന്താ റീസൺ ചോദിച്ചാൽ ഞാൻ പറയും മമ്മി എനിക്ക് ഒരു 10 ആൾക്കാർ എന്നെ ഒരുമിച്ച് വിളിച്ചാൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് നെഞ്ചിടിക്കും. വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ലെങ്കിലും അവർക്ക് വിഷമമാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാനങ്ങനെ ഓടിയിട്ടുണ്ട്, അങ്ങനെ എസ്കേപ്പ് ചെയ്യാറുണ്ട്. അപ്പം
ഇതൊക്കെ എൻ്റെ ഒരു യുണീക്നെസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് ഐ ഹവ് ഓൾവേസ് ട്രൈ ടു ഇംപ്രൂവ് മൈ സെൽഫ്. ഐ ഓൾവേസ് ഓൾവേസ് എന്ന് പറയില്ല, ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഈ ഒരു ടൈമിൽ പക്ഷെ നമ്മൾ എന്തും ഒരു ഫൈറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുള്ളൂ. അതങ്ങനെയാണ്. എന്തെങ്കിലും കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് വേണ്ടേ? ഒരാഗ്രഹം വേണമല്ലോ, എനിക്കത് വേണം. അങ്ങനെ ഭയങ്കരമായിട്ട് ഒന്നിനും ഞാൻ ആഗ്രഹിക്കാം. ഫൈറ്റ് തന്നെയാണ് ഇവിടെ വരെ എത്തിയതും. അത് ഓരോ സർക്കംസ്റ്റൻസസ് ആണ് തീരുമാനിച്ചത്. ഞാനൊരിക്കലും ഞാൻ ഇന്ന് ഫൈറ്റ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഒരിക്കലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കുറച്ച് വേദനകളുണ്ടാവും. എനിക്കാണെങ്കിൽ ഉണ്ടാവും. എനിക്കിവിടെ ഇരിക്കും ഇന്നൊരു വേദന ഉണ്ടാവും. അത് മറന്നായിരിക്കും ഞാൻ സംസാരിക്കുക, അല്ലേ? അങ്ങനെയാണ് എല്ലാവരും. ശൈനൊരു വേദന ഉണ്ട്, അത് മറന്നായിരിക്കും എന്നോട് ഇന്ന് സംസാരിക്കും. അതിൽ നിന്ന് നമ്മൾ മറികടക്കുന്നത് നമ്മൾ ഫൈറ്റാണ്. പക്ഷെ അത് മാറാൻ വേണ്ടി നമ്മളിവിടെ ഇരിക്കുന്നത് ഇപ്പോൾ ആയിരിക്കാം. പക്ഷെ അത് എസ്കേപ്പാണെന്നാണ് ഞാൻ പറയാം. നമ്മളുടെ ഉള്ളിലുള്ള വേദന നമ്മൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എന്തിലെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അതൊരു എസ്കേപ്പാണ്. നമ്മൾ ആ വേദന എസ്കേപ്പ് ചെയ്യാൻ പാടില്ല. എസ്കേപ്പ് ചെയ്യാറുണ്ടായിരുന്നു. ഞാനൊരു ഭയങ്കര എസ്കേപ്പിസ്റ്റാണ്, കട്ട എസ്കേപ്പിസ്റ്റ് ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഒരു 4-5 വർഷം മുമ്പ് എൻ്റെ ലൈഫിൽ സംഭവിച്ച പല കാരണങ്ങൾ കൊണ്ടും ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് ഇൻവേർട്ട്ലി. എന്തായിരിക്കും എൻ്റെ ഉള്ളിലപ്പം എന്നുള്ളത് ചിന്തിക്കാൻ തുടങ്ങി. എനിക്കുണ്ടായ വിഷമങ്ങൾ മാത്രമല്ല, ഞാൻ വിഷമിപ്പിച്ച ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അതും ഞാൻ തിങ്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, വളരെ സ്ലോ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പം എന്തുകൊണ്ട് ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു? ഇപ്പോഴും ഞാൻ ആ ജേണിയിൽ തന്നെയാണ്. ആ ജേണിയാണ് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി, അത് പെട്ടെന്ന് അങ്ങനെ എത്തിയിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ മാതിരി എന്നെ തന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറേ കാലം എടുത്തു. പക്ഷേ ആ ജേണി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വണ്ടി കയറി, അല്ലേ? ഒരു കാലഘട്ടത്തിൽ എവിടെ വരെ എത്തുമെന്ന് പോലും നമുക്കറിയില്ല, എന്താണെന്നും അറിയില്ല. ഇപ്പോഴും സംസാരിക്കുമ്പോൾ കണ്ണൂർ സ്ലാങ് ഒത്തിരി കയറി വരുന്നുണ്ട്. പക്ഷേ ഡബ് ചെയ്യുമ്പോൾ അതൊന്നും വരുന്നില്ല. ഇപ്പോഴും കണ്ണൂരിലുള്ള സ്നേഹം വലുതാണ്, അല്ലേ? നാട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണ്? നാട്ടിൽ പോകുമ്പം ആദ്യമേ ഡാഡിനെ വിളിച്ച് പറയും, ഞാൻ വരുന്നുണ്ട്, മത്തി മേടിക്കണം, മത്തി മുട്ട മേടിക്കണം, സ്രാവുപ്പേരി വേണം, എല്ലാ സാധനവും ആദ്യമേ ലിസ്റ്റ് കൊടുക്കും. എന്നിട്ട് അവിടെ കുറേ ദിവസം നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കളരിയുണ്ട്, ഗണേശ് ചേട്ടൻ പഠിപ്പിക്കുന്ന ഒരു കളരി. അപ്പോൾ കളരി പോയിട്ട് ഇപ്പോൾ ഒരു 5-10 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഒരു 5:30 മണിക്ക് എണീച്ച് 6 മണിക്കൊക്കെ എണീച്ചിട്ട് കളരി പോവും ചെയ്യും. തിരിച്ചു വരും, നല്ല ഫുഡ് കഴിക്കും. പിന്നെ ഡാഡിൻ്റെ കൂടെ അല്ലെങ്കിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ TV കാണും. വീട്ടിലിരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലിരിക്കാൻ. അങ്ങനെ പുറത്ത് പോയി അതാ പറഞ്ഞത്, ഭയങ്കര കോൺട്രഡിക്ടറി ആട്ടോ. ഞാൻ ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ഒരു അഡ്വഞ്ചററാണ്. പക്ഷേ വീട്ടിലിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ രണ്ടും കൂടിയിട്ട് വരുന്ന എങ്ങനത്തെയോ ഒരു കോമ്പിനേഷനാണ് ഞാൻ. ഏറ്റവും കൂടുതൽ ദുഃഖം വരുന്ന ഒരു സമയത്ത് എന്താണ് ചെയ്യുന്നത്? ഒരു ഗായികയാണ്, ആ രീതിക്ക് എന്താണ് ചെയ്യാറുള്ളത്? ഏറ്റവും കൂടുതൽ ദുഃഖം വരുന്ന സമയത്ത് ഗായിക എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ചെയ്യാന്നാ? ഒരു ഗായിക, ചിലർ പാട്ട് പാടും, ചിലർ വായിക്കും, അല്ലെങ്കിൽ റൂം അടച്ചിട്ട് ഒറ്റയ്ക്ക് ഇരിക്കും, അല്ലെങ്കിൽ യാത്ര ചെയ്യും. ഞാൻ നല്ലോണം അലറി കരയും ആദ്യം, നന്നായി കരയും. കാരണം ഞാനൊരു പൈസസ് സൈനാണ്. ലൈക്ക് നമ്മൾ വെള്ളത്തിൽ ജീവിക്കുന്ന ആളുകളാണ്, നമ്മുടെ മീഡിയം വാട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായി കരയാറുണ്ട്. ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്. പക്ഷേ ഈ പറയുന്ന മാതിരി പുറമേ കാണുന്ന ഭയങ്കര ബോൾഡ്, ഭയങ്കര ബ്രേവ് എന്നുള്ളൊരു സാധനമൊന്നും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വെച്ചാൽ അവർ ചിരിക്കും. ഇവരെ കുറിച്ചിട്ട് തന്നെയാണ് ഇവരൊക്കെ ഇത് പറയുന്നത്, കാരണം അവർ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ പെയിന് അത് എൻ്റെ സോളിനെ പല വിധത്തിൽ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആ പെയിന് വരുന്ന സമയത്ത് ഞാൻ നന്നായിട്ടത്, എനിക്ക് പാട്ട് പോലും കേൾക്കാൻ പറ്റില്ല. ഞാൻ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പാട്ട് പോലും കേൾക്കാൻ പറ്റില്ല. ഭയങ്കര പ്രശ്നമാണ്, പാട്ട് കേൾക്കാൻ പറ്റില്ല. ലവ് സോങ്സിൻ്റെ കാര്യം പറയണ്ട, കേൾക്കാനേ പറ്റില്ല ആ സമയമൊന്നും. പിന്നെ ഈവൻ ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചിട്ടും, ഇപ്പം ഗാസയിലൊക്കെ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് ഞാൻ 3 ദിവസം ബെഡിൽ നിന്ന് എണീച്ചിട്ടില്ല. കാരണം കുട്ടികളുടെ ഫോട്ടോസ് കാണുന്നുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം റീസണിങ് മൈൻഡിൽ, ലോജിക്കൽ മൈൻഡിൽ തിങ്ക് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം ഇത് എനിക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനൊരു പോസ്റ്റ് ഇട്ടുകൊണ്ടൊന്നും ആവാൻ പോകുന്നില്ല, അവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ സെൻസിറ്റിവിറ്റിനെ, എൻ്റെ എംപത്തീനെ ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണം. ഇന്ന് ഞാനിപ്പം ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് കണ്ടു. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഗാസേൻ്റെ പ്രശ്നങ്ങളും കാണുന്നുണ്ട്, എൻ്റെ തൊട്ടടുത്തൊരു കോമഡി കാണുന്നുണ്ട്, അതിൻ്റെ തൊട്ടടുത്തൊരു ഡാൻസ് കാണുന്നുണ്ട്. അപ്പം ഈ
സ്ട്രഗിൾ സഫറിങ് എന്ന് പറയുന്നതിനെ നമ്മൾ ഭയങ്കര മയത്തിലെടുക്കാൻ പഠിക്കുന്നുണ്ട് ഇപ്പം സൊസൈറ്റി. സഫറിങ്ങിനെ നമ്മൾ അയ്യോ ഭയങ്കര ഗ്രീഫിനൊക്കെ നമ്മളത് അതൊക്കെ സംഭവിക്കും എന്നുള്ള മൈൻഡ് സെറ്റിലോട്ട് മാറാണ്ട് ഐ കീപ് വാട്ട് എവർ ദാറ്റ്സ് ദെയർ ഇൻ മൈ ഹാർട്ട്, വാട്ട് എവർ ദ ടെൻഡർ പോർഷൻസ് ആർ വിച്ച് സ്റ്റിൽ യു നോ സീ തിങ്സ് ആൻഡ് സ്ട്രഗിൾ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാനിപ്പം ന്യൂസ് കാണാറില്ല. എനിക്ക് കാരണം എൻ്റെ മെൻ്റൽ പീസിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് പല കാര്യങ്ങളും. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഗാസേൻ്റെ പ്രശ്നം വന്ന സമയത്ത് എനിക്ക് പറ്റില്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പണിയെടുക്കണം, വർക്ക് ചെയ്യണം. ഞാനൊരു സിംഗിൾ മോമാണ്, മോളെ ഫീസ് കൊടുക്കണം. എനിക്ക് വെറുതെ കരഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റൂല. ലൈക്ക് ലോകത്തിൽ അങ്ങനത്തെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റിലും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് എഫക്റ്റ് ചെയ്യാൻ വിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ ചോയ്സാണ്. ഞാൻ പല കാര്യങ്ങളും എഫക്റ്റഡ് ആവാറുണ്ട്, പക്ഷേ എനിക്ക് അതിനെക്കുറിച്ചിട്ടെല്ലാം ഫേസ്ബുക്കിൽ ഇനി എഴുതണം എന്നൊന്നുമില്ല. അതൊക്കെ ഞാൻ നിർത്തി. കൊടുത്തിട്ടും മേടിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് വെച്ചാൽ ഞാൻ പറയുന്ന ഒരു കാര്യം ചിലപ്പം ഒരു 1000 ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒരു 2 ആൾക്കാർക്കെങ്കിലും അതിൻ്റെ ഒരു എസൻസ് മനസ്സിലായിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് വെച്ചിട്ടാണ് അങ്ങനെ എഴുതുകയും ഒക്കെ ചെയ്തത്. പക്ഷെ പിന്നെ ഒരു ഘട്ടത്തിൽ ഇപ്പം എനിക്ക് മനസ്സിലായി എന്തെങ്കിലും ഒരു കാര്യമില്ല. എല്ലാവർക്കും കണ്ടൻറ്റാണ് വേണ്ടത് ഇക്കാലത്ത്. കണ്ടന്റ് ഇങ്ങനെ ഓരോ ദിവസം ഒരേ കണ്ടന്റ് വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് മടുക്കുന്നു. ഡ്രസ്സ് മാറ്റുന്ന മാതിരി അടുത്ത കണ്ടന്റ് വരും. അപ്പം അതിൽ കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ബ്രീതിങ് സ്പേസ് ഇല്ല. നമുക്കിപ്പോൾ ഒരു പാട്ട് തന്നെ കേൾക്കണമെങ്കിൽ ആ പാട്ട് കണ്ടുകൊണ്ടിരിക്കുക, പ്ലീസ് വെയിറ്റ് ഫോർ ദി എൻഡ്. അപ്പോൾ നമ്മൾ അത്ര പോലും ആൾക്കാർക്ക് ഫോക്കസ് ഇല്ല, ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കാനുള്ള ക്ഷമയില്ല, പേഷ്യൻസ് ഇല്ല. നമ്മുടെ ഒരു ഹോൾ ഹ്യൂമാനിറ്റി അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാറി. ഈ പറഞ്ഞ പോലെ പൊട്ടിക്കരയാറാണെന്ന് തോന്നുന്നു. ജീവിതത്തിൽ ഏറ്റവും പൊട്ടിക്കരഞ്ഞ ഏത് മുഹൂർത്തത്തിലായിരിക്കും? എനിക്കറിയില്ല. ഞാൻ ഭയങ്കരമായിട്ട് പ്രണയിക്കുന്ന ഒരാളാണ്. ഞാൻ ഭയങ്കരമായിട്ട് ആൾക്കാരെ സ്നേഹിക്കുന്ന ഒരാളാണ്. അവിടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ഹേർട്ടായിട്ടുള്ളത്. പിന്നെ എൻ്റെ ഓർമ്മയിൽ മോക്ക് സുഖമില്ലാണ്ടാവുമ്പം, അതായത് ഒരു തവണ നമ്മൾ കുറേ മ്യൂസിഷ്യൻസ് ഉണ്ടായിരുന്നു അന്ന്. ഏതോ ഒരു റിയാലിറ്റി ഷോൻ്റെ ഒരു സ്റ്റേജിൽ ഒരു സെറ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം വിദ്യാസാഗർ സാറും ചിത്ര ചേച്ചി ആരൊക്കെ ഉണ്ട് മെയിൻ ജഡ്ജസ് ആയിട്ടൊക്കെ. അപ്പം നമ്മളെല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പം അന്ന് ജനമക്ക് സുഖമില്ല, അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പം ഒരു കുട്ടി വന്നിട്ട് ഈ പാട്ട് പാടി, ഈ പാട്ട് പാടി ഒരു ഫസ്റ്റ് ചാൻസ് കഴിയുള്ളൂ. ഞാൻ ആ സെറ്റിൽ നിന്ന് എണീച്ച് ഓടി. കാരണം എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സങ്കടം. കാരണം എനിക്ക് ഷൂട്ടുള്ളതുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുമല്ലോ. അപ്പം ഞാനില്ലാണ്ട് അവൾ അവിടെ ഇരിക്കുക, മമ്മിയും എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനത്തെ ഘട്ടത്തിൽ എനിക്ക് ചിലപ്പോൾ എൻ്റെ ടീയേഴ്സിനെ ഹോൾഡ് ബാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ അവിടെ നിന്ന് സ്കൂട്ടാവും, എസ്കേപ്പ് അടിക്കും. നമ്മൾ എപ്പോഴും സ്റ്റേജിൽ ആളുകൾ എപ്പോഴും ഏറ്റെടുക്കുന്ന കുറച്ച് പാട്ടുകളുണ്ടാവില്ല. അത് മനസ്സിൽ ഇഷ്ടപ്പെട്ട പാടുന്ന എല്ലാ പാട്ടും, പക്ഷെ എപ്പോഴും പ്രിയ ഏതായിരിക്കും? ഏത് പാട്ടായിരിക്കും? പെർഫോമൻസ് ഓറിയൻറ്റഡ് സോങ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് എനിക്ക് കൊഞ്ചം നിലവ് എനിക്കിഷ്ടമാണ്. ഇപ്പം ഞാൻ പാടുന്ന ഓ ജനുവരി എനിക്ക് പാടാൻ ഇഷ്ടമാണ്. പിന്നെ അങ്ങനത്തെ കുറച്ച് സോങ്സ് ഉണ്ട് ഭയങ്കര ഇഷ്ടമുള്ള. വേറെ സോങ് നിലാപ്പൊങ്കൽ എനിക്കിഷ്ടമാണ്. അത് പാടുന്ന കേൾക്കുമ്പോൾ കൈയടി തുടങ്ങുമല്ലോ. നിലാപ്പൊങ്കൽ നല്ല അടിപൊളിയാണ്. എനിക്ക് ഗിറ്റാർ വായിച്ചുകൊണ്ട് പാടാൻ പറ്റുമെന്ന് എനിക്കറിയാം. നിലാപ്പൊങ്കലായല്ലോ പാടടി നീ, മഴക്കോളു കണ്ട മതിക്കുന്നീ നാട്ടിൽ ഇടത്തോട് പോലും ഞാൻ കിളിപ്പാട്ട് തേന മതിക്കുന്നീ
തനി തങ്കവും കൊണ്ട് പോകുന്നു ഞാനും. ഓ നിലാപൊങ്കലായല്ലോ. ഗിറ്റാർ വായിച്ച് വളരെ ടഫാട്ടാ പാട്ട്. പാടാൻ പറ്റില്ലല്ലോ. ഞാൻ ഗിറ്റാർ വായിച്ചിട്ട് പാടിയിട്ടേ ഇല്ല തോന്നുന്നു ഈ പാട്ട്. സ്റ്റേജിലേ പാടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഏതാ 2 പാട്ടുകൾ ഇനി എനിക്ക് തോന്നുന്നത് ഞാൻ എഴുതിയ മറ്റേ കണ്ടൊടിഞ്ഞ താമര ഓർമ്മയില്ല, മറ്റേ ആഹേല. കണ്ടൊടിഞ്ഞ താമരയിൽ വന്നടഞ്ഞ പൂങ്കിളിയേ, നെഞ്ചിലൂറും പൊൻകനവിൻ തേൻ കുടിക്കാൻ വായോ. തണ്ടൊടിഞ്ഞ താമരയിൽ വന്നടഞ്ഞ പൂങ്കിളിയേ, നെഞ്ചിലൂറും പൊൻകനവിൻ തേൻ കുടിക്കാൻ വായോ. ചന്തമുള്ള വാകച്ചൂട്ടിൽ കുക്കുരും കൂടാമോ, മുടി വെച്ച കുഞ്ഞിലെ ചുണ്ടിൻ മർമരങ്ങൾ കേൾക്കാമോ. ആടി 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 പൊൻകിളിയേ എന്നെടുത്താമോ. കണ്ടൊടിഞ്ഞ താമരയിൽ വന്നടഞ്ഞ പൂങ്കിളിയേ, നെഞ്ചിലും പൊൻകനവിൻ തേൻ കുടിക്കാൻ വായോ. അതായിരുന്നു അത്. ആക്ച്വലി എൻ്റെ അടുത്ത് ശാന്തി അഭിനയിച്ചിട്ടുള്ളത്. നമ്മൾ അങ്ങനെ ഒരു കണക്ഷൻ കൂടി ഉണ്ട്. ആ സിനിമയില് ഞാൻ എഴുതി കമ്പോസ് ചെയ്ത ഒരു പാട്ടിൽ ആക്ച്വലി ശാന്തി ആൻഡ് ഇന്ദ്രജിത്ത് ഏട്ടനാണ് അഭിനയിച്ചിരിക്കുന്നത്. എല്ലാവരും പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എടുക്കാറില്ല. അത് ഞാനും കൂടി ആലോചിക്കും, ഓക്കെ അത് കറക്റ്റാണോ അല്ലയോ, അല്ലെങ്കിൽ എനിക്കത് ഓക്കെ ആണോ എന്നുള്ളത്. അപ്പം അതുകൂടി ആലോചിച്ചിട്ട് എൻ്റെ ആദ്യത്തെ ഹാർട്ട് ബ്രേക്ക് തന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ആകെ 21 വയസ്സെങ്ങാണ്ട് ഉണ്ടായിട്ടുള്ള ആ സമയത്ത്. ഞാൻ പണ്ടൊക്കെ ആലോചിക്കായിരുന്നു ആൾക്കാർ അയ്യോ എന്ത് വിചാരിക്കുന്നൊക്കെ. ഇപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ എന്തിനാണ് നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങളാരാണ്. ഐ വോണ്ട് ടു റെപ്രസെൻറ്റ് ദം, ലെറ്റ് മീ ബി. എപ്പോഴും ഹാപ്പിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പീസ്ഫുള്ളാണ്. എൻ്റെ അടുത്ത് എൻ്റെ മോള് ചോദിച്ചിട്ടുണ്ട്, ഇപ്പം എന്തിനാ ഇങ്ങനെ കാലെല്ലാം കാണിക്കുന്ന ഡ്രസ്സ് എന്തിനാ ഇട്ടത്. ഒരു ആർഡന്റ് ഫാനാ എൻ്റെ. അതാ അവിടെ ഇരുന്ന് പറഞ്ഞു, അവളാണ് അതൊക്കെ ചെയ്യേണ്ടത്. വിക്കിപീഡിയ ഒക്കെ അപ്ഡേറ്റ്. കണ്ണാളനെയോ എടാ കള്ള. ഗുംസുമ ഗുംസുമ ഗുപ്പച്ചപ്പ് ഗുംസുമ ഗുപ്പച്ചു ഗുംസുമ ഗുംസുമ ഗുപ്പച്ചപ്പ് ഗുംസുമ ഗുപ്പച്ചു സല 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 സല